48. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ്. ലാസ്റ്റ് പ്രൈസ് അല്ല പറയുന്നത്. നമുക്ക് ഇതിന് വരുമ്പോൾ 1 ഇയർ വാറന്റി വരുന്നുണ്ട്. 17 മോഡലാണ്. ഒരു സ്പോയിലറൊക്കെ വെച്ചിട്ട് സ്പോട്ടി ആക്കിയിട്ടുണ്ട്. 60,000 കിലോമീറ്റർ ആയിട്ട്. 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ടോപ്പറ്റ് ആണോ? നൈറ്റ് എഡിഷൻ ആണ്. നൈറ്റ് എഡിഷൻ ആണ് അല്ലേ? ബി വേരിയന്റ് ആണ് വരുന്നത്. അലോയ്, ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ. സൺറൂഫ് ഒഴികെ ബാക്കിയെല്ലാം വരുന്നുണ്ട്. 2 വർഷം വാറന്റി വരുന്നുണ്ട്. 1 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റും വരുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെയുള്ള എന്തായാലും ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. മിറർ ഇൻഡിക്കേറ്റേഴ്സ്, അലോയ്, ഫോഗ് ലാമ്പ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. മാരുതി സുസുക്കി സെലേറിയോ ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ എടുക്കാം അല്ലേ? 13,000 കിലോമീറ്ററിലേ ഓടിയുള്ളൂ. അതിന്റെ ഒരു ക്വാളിറ്റി വണ്ടിയിലുണ്ടാവും. ഇത് GT ലൈൻ ആണോ? അതെ. ഓക്കെ, ടോപ്പ് എൻഡ് ആണ്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയായിരിക്കും. കാറ്റൊക്കെ കൊണ്ട് കിടക്കുകയാണ് കാറ് അല്ലേ? ഈ കാറിന് മാത്രം പ്രത്യേകം നിങ്ങളൊരു ഫാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? i20 പെട്രോൾ ആണ്. പെട്രോൾ മാനുവൽ അല്ലേ? 21 മോഡൽ സെൽട്ടോസ്. പിന്നെ കിയ ഫീച്ചർ റിച്ച് ആണല്ലോ. കിയുടെ ഫീച്ചേഴ്സിനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു വരേണ്ട ആവശ്യമില്ല. പെട്രോൾ ആണ് വരുന്നത്. CNG ചെയ്തിട്ടുണ്ട്. CNG സെപ്പറേറ്റ് ചെയ്തത് കമ്പനി തന്നെയാണോ ചെയ്തത്? ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. നമ്മുടെ ചാനൽ അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ പല ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ബാലരാമപുരം അല്ലേ? കറക്റ്റ്. ബാലരാമപുരത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് കാർ ആൻഡ് ബൈക്ക് പ്രീ ഓൺഡ് കാർ ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഇവിടുത്തെ സ്റ്റാഫാണ്. പേര് ഷാജു. ഓക്കെ, ഷാജു ആണ് നമുക്ക് ഇന്ന് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ വാറന്റി ഉൾപ്പെടെ ഒരുപാട് ഓഫറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് കൂടാതെ നമുക്ക് പെരുന്നാളാണ്, റംസാൻ വരെയാണ്. അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു ഓഫർ ഉണ്ട്. ഡേറ്റ് എന്നാ വരുന്നത്? എന്ന് വരെ നമുക്ക് വരുന്നത്? മാർച്ച് 31 വരെ നമുക്ക് അതിന്റെ കുറച്ച് ഓഫറുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? നമുക്ക് 2 വർഷത്തെ വാറന്റി വരുന്നുണ്ട്. 24/7 RSA വരുന്നുണ്ട്. റോഡ് സൈഡ് അസിസ്റ്റ് കേട്ടോ. അതായത് ഇന്ത്യയിൽ എവിടെയല്ലേ? അതെ, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വണ്ടി എടുത്തിട്ട് പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ 0 ഡൗൺ പേയ്മെന്റ് വണ്ടികളുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. ഫ്രീ വാല്യുവേഷൻ വരുന്നുണ്ട്. സ്പോട്ട് ഡെലിവറി, അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ്. നിങ്ങൾ വന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ബെനിഫിറ്റ്സുകളും ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും അല്ലേ? യെസ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇടയിൽ പറയാം. നമുക്ക് വണ്ടികൾ ഓരോന്നായിട്ട് അങ്ങോട്ട് പരിചയപ്പെട്ട് തുടങ്ങാം അല്ലേ? നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങണം. നമുക്ക് ആദ്യം അവിടെ നിന്ന് തുടങ്ങാം അല്ലേ? ഒരു ചെറിയ വണ്ടിയിൽ നിന്ന് തുടങ്ങാം. ആദ്യം കിടക്കുന്നത് ഒരു ഹ്യുണ്ടായുടെ ഇയോണാണ്. ഏതാ മോഡൽ ഇത്? 2011 ആണല്ലേ? 2011 മാഗ്ന വേരിയന്റ് ആണ്. എത്ര ഓടിയുണ്ട് ഇത്? 1,34,000 കിലോമീറ്റർ ഓടിയുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ എത്ര വില പറയുന്നത്? ഇതിന് വരുമ്പോൾ 1,48. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ്. ലാസ്റ്റ് പ്രൈസ് അല്ല പറയുന്നത്. നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഉള്ള വണ്ടികൾ ഉണ്ടാവില്ല. ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള വണ്ടി ഉണ്ടാവില്ല. ടോട്ടൽ ലോസ് ആയ വണ്ടികൾ ഉണ്ടാവില്ല. കുഞ്ഞു റീപ്ലേസ്മെന്റ് എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ അതായത് വണ്ടി എടുത്ത കസ്റ്റമറോട് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ വീഡിയോയിൽ ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന വണ്ടിയിലുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ക്വിഡ്. ഏതാ മോഡൽ? 18 മോഡൽ. വേരിയന്റ് ഏതാ? RXT ആണ് വേരിയന്റ് വരുന്നത്. എത്ര ഓടി ഉണ്ടാവും? 47,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നീറ്റ് വണ്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എത്ര വില പറയുന്നത്? ഇതിന് വരുമ്പോൾ 3,38,000. ഓക്കെ, 3,38,000 ആണ് ഇതിന് വില പറയുന്നത്. ഫിനാൻസ് കയറുന്ന വണ്ടിയാണല്ലോ? അതെ. നമുക്ക് ഈ ഇയോണും ഫിനാൻസ് ചെയ്യാൻ പറ്റില്ലേ? ഇത് ഫിനാൻസ് ചെയ്യാൻ പറ്റത്തില്ല. 2000 എത്രയായിരുന്നു പറഞ്ഞത്? ഇത് 2011 ലാസ്റ്റ് വണ്ടിയാണ്. നമുക്ക് 14 തൊട്ടാണോ ഫിനാൻസ് ചെയ്യാം? 12 ശേഷമുള്ള വണ്ടികൾക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് 18 അല്ലേ? ഇത് 18 ആണ്. അപ്പൊ ഇതിനൊരു എത്ര വർഷം? 3 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? അതെ, 5 വർഷം വരെ ഫിനാൻസ് ചെയ്യാം അല്ലേ? ഓക്കെ. 12 തൊട്ടാകുമ്പോൾ 2 വർഷം അല്ലേ? ഒക്കെ ആയിട്ടാണ് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നത്. മോഡല് കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ 7 വർഷം വരെയൊക്കെ കിട്ടത്തുള്ളൂ അല്ലേ? ഓക്കെ. നമുക്ക് ഇതിന് വരുമ്പോൾ 1 ഇയർ വാറന്റി വരുന്നുണ്ട്. 2016 ശേഷമുള്ള വണ്ടികൾക്ക് വാറന്റി വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന് 1 ഇയർ വാറന്റി വരുന്നുണ്ട്. 6 മന്ത് RSA വരുന്നുണ്ട്. റോഡ് സൈഡ് അസിസ്റ്റും വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന് എത്ര ഡൗൺ പേയ്മെന്റ് ഇടേണ്ടി വരും? വണ്ടി നമുക്ക് ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ചെറിയ വണ്ടികളൊക്കെ ഏകദേശം ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കാം അല്ലേ? പിന്നെ 0 ഡൗൺ പേയ്മെന്റ് വണ്ടികളുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? അതെ, ഉണ്ട്, കിടക്കുന്നുണ്ടല്ലേ? അപ്പൊ അതാത് വണ്ടിയിലെടുത്ത് പറയാം, എത്തുമ്പോൾ പറയാം കേട്ടോ. അടുത്തൊരു ഓൾട്ടോ. ഇതേതാ മോഡല്? ഇത് 2012 ആണ്. 12 മോഡല്. 1,48 ചോദിക്കുന്നത്. ഓക്കെ. സിംഗിൾ ഓണർ ആണ്. എത്ര ഓടിയിട്ടുണ്ടാവും? 94,000 കിലോമീറ്റർ. 1,00,000 താഴെയാണ് ഓടിയിരിക്കുന്നത്. ഏതാ വേരിയന്റ്? LXA ആണ് വേരിയന്റ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ആ ഒരു പഴക്കത്തിൻ്റെതായ ഒരു ഇതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയ മൈനൂട്ട് സ്ക്രാച്ച് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നീറ്റ് വണ്ടി തന്നെയാണ്. ഫിനാൻസ് കയറൂല്ലോ ഇതിന്? കയറൂല. റെഡി ക്യാഷിന് എടുക്കേണ്ടി വരും. വില എത്രയാണ് നമ്മൾ പറഞ്ഞോ? 1,48 അല്ലേ? ഓക്കെ. അതൊക്കെ ലാസ്റ്റ് പ്രൈസ് അല്ല, നമ്മൾ വിലയിൽ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. അടുത്ത കുറച്ചുകൂടി പുതിയ മോഡൽ ഓൾട്ടോ.
ഏതാ മോഡല്? 2017 ആണ്. 17 മോഡലാണ്. ഒരു സ്പോയിലറൊക്കെ വെച്ചിട്ട് സ്പോർട്ടി ആക്കിയിട്ടുണ്ട്. 60,000 കിലോമീറ്റർ ആയിട്ട്. 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. VX ആണല്ലോ വേരിയന്റ് വരുന്നത്? അതെ, VX ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ ആണ്. അഡീഷണൽ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. ഇന്റീരിയർ അത്യാവശ്യം നല്ല രീതിയിൽ, ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല വണ്ടി ക്വാളിറ്റി ഉണ്ട്. അതുപോലെ വൃത്തിയായിട്ട് കൊണ്ടു നടന്നിരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ വില എത്ര പറയുന്നത്? ഇതിന്റെ റേറ്റ് വരുമ്പോൾ 298 ആണ്. 298 കേട്ടോ. 298. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 50 രൂപ താഴെയൊക്കെ ഫിനാൻസ് ചെയ്ത് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകുന്ന ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അടുത്തത് ക്രെറ്റ. ഏതാ മോഡല്? 2022 മോഡലാണ്. 22 മോഡല്. ടോപ്പ് എൻഡ് ആണോ? S+ നൈറ്റ് എഡിഷൻ ആണ്. നൈറ്റ് എഡിഷൻ ആണല്ലേ? ഓക്കെ. അത് ഫുൾ ഒരു ഡാർക്ക് എഡിഷൻ ആണ്. അതെ അതെ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ റെഡ് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഡിസ്കിന്റെ കാലിബറൊക്കെ റെഡ് ആണ്. കുഴപ്പമില്ല. അലോയ് മുതൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫോഗ് ലാമ്പ്, റൂഫ് റെയിൽ, സൺറൂഫ് ഉണ്ടല്ലേ? സൺറൂഫ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എത്ര ഓടി മോഡൽ ഏതാ പറഞ്ഞത്? 22 ആണ്. 22 മോഡല്. എത്ര ഓടി ഉണ്ട്? 24,000 ഓടി. 24,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും? സിംഗിൾ ഓണർഷിപ്പ് ആണോ വണ്ടി കിടക്കുന്നത്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ വില എത്ര? 1395 ആണ് ചോദിക്കുന്നത്. 13,95,000 ചോദിക്കുന്നത്. ടോപ്പ് എൻഡ് വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വിലയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. പിന്നെ ടയർ കണ്ടീഷൻ ഒന്നും എടുത്ത് പറയാത്തത് പക്ക തേഞ്ഞ ടയറാണെങ്കിൽ നമ്മൾ മാറ്റിയല്ലേ കൊടുക്കും. ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട വണ്ടിയുടെ എല്ലാം അത്യാവശ്യം കട്ടയുള്ള ടയർ തന്നെയാണ് കിടക്കുന്നത്. വണ്ടിക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടാണ് കൊടുക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ചെക്ക് പോയിന്റ്സ്, അതായത് വണ്ടി എടുത്ത് ചെക്ക് പോയിന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ഡിസ്പ്ലേക്ക് ഇടുന്നത്. അപ്പോൾ വണ്ടിക്ക് അങ്ങനെ എല്ലാം കഴിഞ്ഞ വണ്ടികളാണ്. അപ്പോൾ ഇനി അടുത്ത വരുന്ന വണ്ടി എന്ന് പറയുന്നത് ഒരു ഹോണ്ട സിറ്റി ആണ്. ഏതാ മോഡല്? 22 ആണ്. 22 മോഡല് സിറ്റി. ടോപ്പ് എൻഡ് ആണെന്ന് തോന്നുന്നു. അല്ല, ടോപ്പ് എൻഡ് അല്ല. സൺറൂഫ് വരുന്നില്ല. ഫോഗ് ലാമ്പ്, അലോയ്. ഏതാ വേരിയന്റ്? ബി വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ. മറ്റേ ഇതൊക്കെയാണോ? പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടോ? പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്, റിയർ ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ. സൺറൂഫ് ഒഴികെ ബാക്കിയെല്ലാം വരുന്നുണ്ട്. മോഡല് 22 ആണ്. ബി ആണ് വേരിയന്റ് വരുന്നത്. 39,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് പെട്രോൾ ആണോ വണ്ടി? പെട്രോൾ ആണ്. പെട്രോൾ മാനുവൽ അല്ലേ? അതെ. ഓക്കെ. നമ്മുടെ ക്രെറ്റ പെട്രോൾ അല്ലേ? അതും പെട്രോൾ ആണ്. പെട്രോൾ മാനുവൽ. അതെ. നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ട എല്ലാ വണ്ടിയിലും പെട്രോൾ ആണ് കേട്ടോ, പറയാൻ വിട്ടുപോയി. ഇതും പെട്രോൾ മാനുവൽ വണ്ടിയാണ്. വില ഇത് വരുമ്പോൾ 895 ആണ്. 8,95,000 ഓണർഷിപ്പ് സിംഗിൾ ആണോ? സെക്കൻഡ് ഓണർ ആണ്. സോറി, സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. കിലോമീറ്റർ പറഞ്ഞു നമ്മൾ 39,000. ലോ കിലോമീറ്റർ വണ്ടിയാണ്. 895 ഇതിന് പറയുന്ന വില. ഇതിനൊക്കെ ഏകദേശം എത്ര പിന്നെ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും? ഇതിനൊക്കെ ഒരു 1 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപയൊക്കെ. കുറച്ച് റേറ്റ് കൂടിയ വണ്ടിയാകുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു 750 ഒക്കെ സിബിൽ സ്കോർ വേണം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് ഫിനാൻസിന്റെ ആ ഒരു ആനുകൂല്യം കിട്ടുള്ളൂ. ചെറിയ ഡൗൺ പേയ്മെന്റിൽ 0 ഡൗൺ പേയ്മെന്റിലേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി ഒരു ഓൾട്ടോ 800 അല്ലേ? ഏതാ മോഡല്? 2022 മോഡല്. മാനുവലാണ് വണ്ടി വരുന്നത്. എത്ര ഓടി ഉണ്ടാവും? 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നീറ്റ് വണ്ടിയാണല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ് നടക്കുന്നത്. VX വേരിയന്റ് വരുന്നത്. ഇന്റീരിയറിലേക്ക് എന്താ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ള മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ബാക്കിയെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ വില റേറ്റ് വരുമ്പോൾ 365 ആണ്. 3,65,000 ആസ്കിംഗ് പ്രൈസ് ഉണ്ടോ? ഇതൊക്കെ ചോദിക്കുന്ന വിലയാണ്. വിലയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. 2 ഇയർ വാറന്റി വരുന്നുണ്ട്. 2 വർഷം വാറന്റി വരുന്നുണ്ട്. 1 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റും വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടിക്ക്. ഇത് ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അടുത്തത് ഹ്യുണ്ടായി നിയോസ്. ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. ഏതാ മോഡല്? 22 ആണ്. 22 മോഡല്. ടോപ്പ് എൻഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? ടോപ്പ് എൻഡ് തൊട്ട് താഴെയുള്ള എന്തായാലും ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. മിറർ ഇൻഡിക്കേറ്റേഴ്സ്, അലോയ്, ഫോഗ് ലാമ്പ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. ടോപ്പ് എൻഡിന് തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആയിരിക്കാം അല്ലേ? ഉള്ളിൽ സിസ്റ്റം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ്, ഫോട്ടോ പവർ വിൻഡോ, അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. അപ്പോൾ മോഡൽ ഏതായിരുന്നു വണ്ടി? 2022 ആണ്. 22. എത്ര ഓടി ഉണ്ട്? 39,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അല്ലേ? നീറ്റ് വണ്ടി. അത്യാവശ്യം ടയർ കണ്ടീഷൻ ഒരു 50% ടയറും കിടപ്പുണ്ട്. വില 5,95 ആണ് ചോദിക്കുന്നത്. 5,95,000 ചോദിക്കുന്ന വില കേട്ടോ. ഇതും ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ ഹ്യുണ്ടായിക്കൊക്കെ മാക്സിമം ഫിനാൻസ് കയറുമല്ലോ അല്ലേ? ചെയ്യാൻ പറ്റും. അടുത്തത് ബ്രസ. പെട്രോൾ വണ്ടിയാണ് കേട്ടോ ഇത്. പെട്രോൾ മാനുവൽ ബ്രസ. 2018 ആണ് വരുന്നത്. 2018. ഇത് പെട്രോൾ ഡീസലാണ്. VDA ആണ്. VDA ആണ്. എത്ര ഓടി ഉണ്ട്? 140 ആണ്.
1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നും വരുന്നില്ല. നീറ്റ് വണ്ടിയാണ്, പക്ക വണ്ടി. നമുക്ക് വണ്ടികൾക്കൊക്കെ ഹിസ്റ്ററി ഉണ്ടാവുമോ? ഇഷ്ടമുള്ള വണ്ടികളാണ് അല്ലേ? അത്യാവശ്യം മോഡലുള്ള വണ്ടികൾക്കൊക്കെ അല്ലെ, മോഡൽ കുറഞ്ഞ വണ്ടിയാണെങ്കിലും നമുക്ക് ഹിസ്റ്ററി മാക്സിമം ഹിസ്റ്ററി ഉള്ള വണ്ടികളായിരിക്കും അല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല, കമ്പനിയിൽ നിന്ന് നമുക്ക് ഹിസ്റ്ററി എടുത്ത് തരാൻ. വെറുതെ പറയുന്നതല്ല, ഹിസ്റ്ററി ഒക്കെ നമ്മൾ കാണിക്കൂലേ, കസ്റ്റമർ നേരിട്ട് വന്നാൽ മതി. അപ്പോൾ ഇതിന് വില എത്ര പറയുന്നത്? ഇത് വരുമ്പം 5,95,000. 5,95,000 ആസ്കിംഗ് പ്രൈസ്. കയ്യിൽ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവും. ഫിനാൻസ് കയറുമല്ലോ? അതെ, ഈസി ആയിട്ട് ഫിനാൻസ് കയറുന്നതാണ്. മാക്സിമം നിങ്ങൾക്ക് ഫണ്ടൊക്കെ കയറുന്ന വണ്ടിയാണ് കേട്ടോ. അടുത്തത് മാരുതി സുസുക്കി സെലേറിയോ ന്യൂ ഷേപ്പ്. ഏതാ മോഡൽ? 22 ആണ് വരുന്നത്. 22 മോഡൽ. 22 കുറേ 22 വണ്ടികളാണല്ലോ നമുക്ക്. ഓക്കെ. 22 മോഡല് വേരിയന്റ് ഏതാ വരുന്നത്? ZXi പ്ലസ് ടോപ്പ് എൻഡ് ആണ്. ZXi പ്ലസ് ടോപ്പ് എൻഡ് ആണ്. അലോയി, ഫോഗ് ലാമ്പ്, മിറർ ഇൻഡിക്കേറ്റേഴ്സ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇൻബിൽഡ് സിസ്റ്റം, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എത്ര ഓടിയുണ്ട്? വെറും 13,000 കിലോമീറ്റർ ഓടി. വെറും 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ. എടുത്ത് പുള്ളി അങ്ങോട്ട് ഓടിച്ച് അങ്ങോട്ട് തൃപ്തി വരുമ്പോൾ കൊടുത്തു തോന്നല്ലേ? ഓക്കെ, അതിന് പല റീസൺസ് ഉണ്ടാവാം. അപ്പോൾ ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുമല്ലോ? ഓക്കെ. വില എത്ര നമ്മൾ പറയുന്നത്? വില വരുമ്പോൾ 5,65,000 ചോദിക്കുന്നത്. 5,65,000 ഇതിന് പറയുന്ന വില. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ എടുക്കാം അല്ലേ? 13,000 കിലോമീറ്ററിലേ ഓടിയുള്ളൂ. അതിന്റെ ഒരു ക്വാളിറ്റി വണ്ടിയിലുണ്ടാവും. റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിന് ഫിനാൻസ് കയറുന്നതായിരിക്കും. അടുത്തത് വീണ്ടും ഒരു ഇയോൺ വന്നിട്ടുണ്ടല്ലോ. മോഡൽ 2019 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. 19 മോഡല്. എത്ര ഓടിയുണ്ട്? 83,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. അപ്പോൾ വില എത്ര പറയുന്നത് നമ്മൾ? 2,88 ആണ്. 2,88,000 വില പറയുന്നത്. നീറ്റ് അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ക്രാച്ച് ഉള്ളൂ. ടയർ കണ്ടീഷൻ കിടപ്പുണ്ട് അത്യാവശ്യം, കുഴപ്പമൊന്നുമില്ല. ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ തന്നെ റെഡിയാക്കി ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിന് ഫിനാൻസ് കയറുമല്ലോ? ഇതിന് ഫിനാൻസ് കയറുന്നതായിരിക്കും. ഇതിന് മാക്സിമം ഫിനാൻസ് കയറാൻ സാധ്യതയുണ്ട് അല്ലേ? സീറോ ഡൗൺ പേയ്മെന്റ് വീഴുമോ? സീറോ ഡൗൺ പേയ്മെന്റ് ഒരു പറഞ്ഞ 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 30,000 രൂപ. അതൊക്കെ ഒരു ചെറിയ തുകയല്ലേ? കാർ എടുക്കാൻ വരുന്നവർക്ക് 30,000 പ്രശ്നമൊന്നുമല്ലല്ലോ. അപ്പോൾ 30,000 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ടാറ്റ നെക്സോൺ. പറഞ്ഞോ. മോഡൽ 2020 ആണ്. 20 മോഡലാണ്. വേരിയന്റ് ഏതായിരിക്കും? XC ആണ് വേരിയന്റ് വരുന്നത്. മിഡ് വേരിയന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ. വണ്ടി ലോക്കായി പോകല്ലേ? ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് വീൽ കപ്പാണ് വരുന്നത്. മിറർ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഉള്ളിൽ പറയാനാണെങ്കിൽ സെപ്പറേറ്റ് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. എത്ര ഓടിയുണ്ട് വണ്ടി? 76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ വില എത്ര? 5,45,000 ചോദിക്കുന്നത്. 5,45,000 ചോദിക്കുന്ന വില. ഫിനാൻസ് കയറുമോ? ടാറ്റ വണ്ടിയൊക്കെ ഫിനാൻസ് 50 രൂപ മതിയാവോ? 50,000 രൂപ ഡൗൺ. ചിലപ്പോൾ അത് കുറവ് മതിയായിരിക്കും കേട്ടോ. നമ്മളൊരു ഏകദേശം കണക്ക് പറയുന്നേ ഉള്ളൂ. പ്രൊഫൈലാണ്. നമുക്ക് ഫിനാൻസിന് എന്തൊക്കെ ഡോക്യുമെന്റ്സാണ് വേണ്ടേ? ആധാർ, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇത്തരം കാര്യങ്ങളാണ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടത്. പിന്നെ ലാൻഡ് ടാക്സിന്റെ കോപ്പിയൊക്കെ ചിലപ്പോൾ വേണ്ടി വരും അല്ലേ? ചിലപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കരുതിക്കോളാം. നിങ്ങൾ ഫിനാൻസ് ചെയ്യാൻ വരുമ്പോൾ എത്ര സമയത്തിനുള്ളിൽ നമ്മൾ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് വണ്ടി കൊടുക്കും? നമുക്ക് 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്താൽ വണ്ടി കൊണ്ടുപോകാം. റെഡി ക്യാഷ് ആണെങ്കിൽ അന്ന് തന്നെ വണ്ടി കൊടുക്കും. അടുത്ത i20 മോഡൽ 2019 ആണ്. 19 മോഡല്. പെട്രോൾ ഡീസലോ? പെട്രോൾ ആണ്. നമ്മളെ നെക്സോൺ പെട്രോൾ അല്ലേ? പെട്രോൾ ആണ് കേട്ടോ. ഇന്നിപ്പോൾ ഡീസൽ വണ്ടി ഒന്നും നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടില്ല അല്ലേ? ഇത് നമ്മുടെ ബ്രസ ഡീസലായിരുന്നു. ഈ i20 പെട്രോൾ ആണ്. പെട്രോൾ മാനുവൽ അല്ലേ? അതെ, മാനുവൽ ആണ്. വേരിയന്റ് ഏതാ? മാഗ്നയാണ് വരുന്നത്. മാഗ്ന വേരിയന്റ്. എത്ര ഓടിയുണ്ട്? 68,000 ഓടിയ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. കുഴപ്പമില്ലാത്ത ടയർ കണ്ടീഷൻ ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത വണ്ടിയാണ്. വില 5,65,000 ചോദിക്കുന്ന വില കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു വെർണ കിടപ്പുണ്ട്. ഇതിപ്പോൾ വന്നുള്ളൂ അല്ലേ? അതെ. ഇതൊന്ന് വാഷ് ചെയ്യാനും പോളിഷ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ റേറ്റ് ആയിട്ടില്ല ഇപ്പോൾ അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുകയോ നേരിട്ട് വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ റേറ്റ് പറയുന്നതായിരിക്കും. ഡീറ്റെയിൽസ് 2013 മോഡൽ വെർണ ഡീസൽ മാനുവലാണ്. 1.6 SX ആണ് വേരിയൻറ്റ് വരുന്നത്. 6 സ്പീഡ് മാനുവലാണ്. നല്ല മൈലേജൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. 10-18 മേലെ മൈലേജ് കിട്ടും ഡീസൽ ആയതുകൊണ്ട്. റേറ്റ് ആയിട്ടില്ല, അത് നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി. സെൽട്ടോസ് ഇതേതാ മോഡൽ? 2021 ആണ്. 21 മോഡൽ സെൽട്ടോസ്. വേരിയന്റ് ഏതാ? ടോപ്പ് എൻഡ് ആയിരിക്കും അല്ലേ? സൺറൂഫ് ഒക്കെ ഉണ്ടോ? ഇല്ല, സൺറൂഫ് വരുന്നില്ല അല്ലേ? HTK ആണ് വരുന്നത്. എന്താ പറയുക, LED ഡേ ടൈം റണ്ണിങ് ലാമ്പ്
അലോയി, പിന്നെ മിറർ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ കിയ ഫീച്ചർ റിച്ച് ആണല്ലോ. കിയുടെ ഫീച്ചേഴ്സിനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ CNG ചെയ്തിട്ടുണ്ട്. CNG സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കമ്പനി തന്നെയാണോ ചെയ്തത്? അതെ അതെ. അപ്പോൾ RC മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൈലേജിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, നല്ല മൈലേജും കിട്ടുന്നതായിരിക്കും. പെട്രോൾ വിത്ത് CNG. മാനുവൽ അല്ലേ? മാനുവലാണ്. ഓക്കെ, അപ്പോൾ മോഡൽ 2021 സോറി 21. എത്ര ഓടിയുണ്ട്? 36,000 ഓടിയിട്ടുള്ളൂ. ആകെ 36,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുമല്ലോ? സെക്കൻഡ് ആയിട്ടുണ്ട്. 36-നിടയിൽ 2 പേരായി. ഓക്കെ, അപ്പോൾ വില 995 ചോദിക്കുന്നത്. 9,95,000 ഇതിന് പറയുന്ന വില. ഒക്കെ ഈസി ആയിട്ട് ഫിനാൻസ് കയറും, മോഡൽ കൂടിയ വണ്ടിയല്ല അല്ലേ? ഓക്കെ, അടുത്തത് മൈക്ര. അതെ, ഇതേതാ മോഡൽ? 2018 വരുന്നത്. 2018 പെട്രോൾ ഡീസലോ? പെട്രോളാണ്. പെട്രോൾ മാനുവലാണ്. എത്ര ഓടിയുണ്ട്? 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, നീറ്റ് വണ്ടി. അപ്പോൾ വില പറഞ്ഞു 3,45,000. 3,45,000 രൂപയ്ക്കാണ് ഈ മൈക്ര കൊടുക്കാണ്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടിയാണ്. 2000 എത്രയായിരുന്നു പറഞ്ഞത്? 18. അപ്പോൾ ഫിനാൻസ് കയറുന്ന വണ്ടി തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം അടുത്ത വരുന്ന വണ്ടി ക്വിഡ്. മോഡൽ ഏതാ? 2018 വരുന്നത്. 2018 മോഡൽ. RXT വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. എത്ര ഓടിയുണ്ട്? 60,000 ഓടിയിട്ടുള്ളൂ. 60,000 ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടി. വില 3,35,000 ചോദിക്കുന്നത്. 3,35,000 ചോദിക്കുന്ന വില. വലിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഫിനാൻസ് കയറുന്ന വണ്ടിയാണല്ലോ? അതെ, ഈസി ആയിട്ട് ഫിനാൻസ് കയറുന്നതായിരിക്കും. ഒരു ഓട്ടോമാറ്റിക് വണ്ടി. ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും, ട്രാക്ക് ഒക്കെ ആണെങ്കിൽ. അടുത്ത വരുന്ന ഓൾട്ടോ 800 അല്ലേ? ഇത് ഇന്ന് വന്നുള്ളൂ അല്ലേ? ഓക്കെ, ഇതിൻ്റെ റേറ്റ് ആയിട്ടില്ല. അത് വണ്ടികൾ ഇപ്പോൾ വന്നതും ഇന്നലെ വന്നതും ഒക്കെ ആയിട്ടുള്ള വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ചെറിയ കൺഫ്യൂഷൻ വരുന്നത്. എപ്പോഴും പെട്ടെന്ന് ഓരോ വണ്ടി എടുത്ത് പോകുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരുമല്ലോ, അതുകൊണ്ടാണ്. ഇതിൻ്റെ റേറ്റ് ആയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിക്കാനുള്ള നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ റേറ്റ് അറിയാൻ പറ്റുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പറയാം. മോഡൽ ഏതാ? 2014 മോഡൽ 800 LXi ആണ് വരുന്നത്. വരുന്നത്. 2 പവർ വിൻഡോ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വീൽ കപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. വണ്ടി കുഴപ്പമില്ല. ഫ്രണ്ടിൽ ഗ്രില്ലൊക്കെ മാറ്റി ക്രോം ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഓടിയുണ്ട് വണ്ടി? 140 ഓടിയ വണ്ടി. CNG കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ കൺസേൺ ഒന്നും വേണ്ട. സെറ്റ് വണ്ടിയാണോ? വില നമ്മൾ പറയുന്നതായിരിക്കും. അടുത്തത് സോണറ്റ്. ഇത് GT ലൈൻ ആണോ? അതെ. ഓക്കെ, ടോപ്പ് എൻഡ് ആണ്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയായിരിക്കും. DRL, LED ലൈറ്റ്, അലോയി, എന്താ പറയുക, സൺറൂഫ് ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട്. എടുത്ത് പറയണ്ട, കിയല്ലേ? അതെ. അപ്പോൾ മോഡൽ 2023 മോഡൽ. എത്ര ഓടിയുണ്ട്? 19,000 ഓടിയിട്ടുള്ളൂ. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെന്താ പറയണ്ടേ? സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. വാറണ്ടി എന്തെങ്കിലും ഉണ്ടോ വണ്ടിക്ക്? വരുന്നുണ്ട്. കമ്പനി വാറണ്ടി കിടപ്പുണ്ടോ വണ്ടിക്ക്? കമ്പനി വാറണ്ടി കിടപ്പുണ്ടല്ലേ? 23 മോഡലാകുമ്പോൾ കമ്പനി വാറണ്ടി ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇവിടുത്തെ വാറണ്ടി ഉണ്ടാവും. 2 വർഷത്തെ വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ് ഇതെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വില 12,65,000. 12,65,000. ഇതിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക പരിഗണനയൊക്കെ തരുന്നുണ്ട്. അടുത്തത് ഒരു അമേസ്. ഏതാ മോഡൽ? 2017 മോഡൽ. പെട്രോൾ ഡീസലോ? പെട്രോൾ വണ്ടി. ഓക്കെ, പെട്രോൾ മാനുവലാണ്. എത്ര ഓടിയുണ്ട്? 52,000 ഓടിയ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്നത് വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ? ഓക്കെ, അപ്പോൾ കാറ്റൊക്കെ കൊണ്ട് കിടക്കുകയാണ് കാറ് അല്ലേ? ഈ കാറിന് മാത്രം പ്രത്യേകം നിങ്ങളൊരു ഫാൻ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല. ചൂടൊക്കെ അല്ലേ അല്ലേ? അമേസിന് കുറച്ച് ചൂട് കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ വില എത്രയാണ്? 4,88. 4,88,000 ഫിനാൻസ് കയറുമല്ലോ? കയറും. അപ്പോൾ ഈസിയായിട്ട് ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ 2 ഡീസൽ വണ്ടിയാണല്ലോ കാണുന്നത്. ഒരു വെർണ ഉണ്ട്, പിന്നെ ഒരു ബ്രസ ഉണ്ട്. ബാക്കിയെല്ലാം പെട്രോൾ വണ്ടികളാണ്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കിഡ് കിടക്കുന്നത് അല്ലേ? വേറെ ഓട്ടോമാറ്റിക് വണ്ടികൾ എന്തെങ്കിലും വരാനുണ്ടോ? നമുക്കിവിടെ ഇല്ല. പിന്നെ നമ്മുടെ മറ്റു ബ്രാഞ്ചുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ കാണാത്ത വണ്ടികളുണ്ടെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, അവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ റീപ്ലേസ്മെൻ്റ് ഉള്ള വണ്ടികളൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഇല്ല അല്ലേ? അപ്പോൾ എല്ലാം നീറ്റ് വണ്ടികൾ തന്നെയാണ്. ധൈര്യമായിട്ട് എടുക്കാം. വിളിക്കാനുള്ള ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലോ? എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്. കൊടുക്കുന്ന വണ്ടിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. മേജറായിട്ട് ആക്സിഡൻ്റ് ആയ വണ്ടിയായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഇവർക്ക് വിൽക്കാനുള്ളതായതുകൊണ്ട്. പിന്നെ നമുക്ക് ഡെലിവറി ഉണ്ടോ? ഉണ്ട്. ഓൾ കേരള ഹോം ഡെലിവറി ഉണ്ട്. അതിന് മുമ്പ് നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ച് നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം അല്ലേ? നമ്മൾ നല്ലതെന്ന് പറയുന്നതല്ല, നിങ്ങൾ വന്ന് നോക്കിയിട്ട് വേണം. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും അല്ലേ? ഓക്കെ. പിന്നെ വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ സമീപിക്കാമല്ലോ? സമീപിക്കാമെന്നാണ്. നിങ്ങൾ സ്പോട്ടിൽ പോയി വണ്ടി എടുക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും വിളിച്ചാൽ മതി. സ്പോട്ടിൽ വന്ന് വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് നിങ്ങളുടെ വണ്ടി എടുക്കുന്നതായിരിക്കും. മാന്യമായ മാർക്കറ്റ് റേറ്റ് കൊടുക്കുമല്ലേ?
അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഫിനാൻസ് നമുക്ക് ഓൾ കേരള ഉണ്ടല്ലോ, ഓൾ കേരള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറയാം, ബാലരാമപുരമാണ്. നമ്മുടെ ഇവിടെ ഈ സ്റ്റോപ്പിൻ്റെ പേര് മുടവൂർ പാറ എന്ന് പറയുന്നതാണ്. ബസ്സിനൊക്കെ വരുന്നവർക്ക് അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ സിഗ്നലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഷോറൂം കാണാൻ പറ്റും. അപ്പോൾ ഷാജു ബ്രോ, താങ്ക് യു സോ മച്ച്. നല്ല കട്ട വെയിലായിരുന്നു. ഞാനാണെങ്കിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്, പുള്ളിയാണെങ്കിൽ ക്ലാസ് ഒന്നും വെച്ചിട്ടില്ല, വെയിൽ മുഴുവൻ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. എവിടെയാ തിരുവനന്തപുരത്ത്? എവിടെയാ? കാട്ടാക്കടയായിരുന്നെങ്കിൽ ഒരു വിറ്റുണ്ടായിരുന്നു. കാട്ടാക്കടയല്ല, നമ്മുടെ മഹേശ്വര ക്ഷേത്രത്തിന് അടുത്താണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചോ ധൈര്യമായിട്ട്. നമ്മുടെ ഷോറൂം ടൈം എത്ര മണി വരെയാ? 9:30 to 7:30 ആണ്. ഓക്കെ. സൺഡേ വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഞായറാഴ്ച ഒന്ന് ലീവ് എടുത്ത് വണ്ടിയൊക്കെ സൺഡേ വരുമ്പോൾ 10 to 5 ആണ് വരുന്നത്. സൺഡേ ടൈം വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ഈ സമയത്തിലാണോ വിളിക്കേണ്ടത്? അതെ. ഷോറൂം ടൈം കഴിഞ്ഞ് വിളിച്ചാൽ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതെ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഒരു ബൈ കൊടുക്കാം അല്ലേ നമുക്ക്? അതെ, ബൈ.